ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സെഞ്ചുറിയിലാട്ടോ. അപ്പോൾ നമ്മൾ സെഞ്ചുറിയിൽ എന്തിനാണെന്ന് വെച്ചാൽ ഈദിൻ്റെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഈദെല്ലാം കഴിഞ്ഞ് സ്കൂൾ തുറന്ന് ജൂൺ 1 കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം ലേറ്റായി എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ. പിന്നെ എനിക്ക് ഒരു കൊറിയൻ പലാസോ എടുത്തു. പിന്നെ ഐഷയ്ക്ക് ഇതൊക്കെ 2-3 ട്രയൽ ചെയ്ത് നോക്കി. പക്ഷെ ഇതൊന്നും കംഫർട്ടബിൾ ആയിട്ടില്ല. എന്നിട്ട് അവർക്ക് വേറെ ബോയ്സിൻ്റെ ഗേൾസിൻ്റെയൊക്കെ ഡ്രസ്സാണ്. എന്ത് രസമെന്ന് അറിയാം. അവിടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവരെ ഇതൊക്കെ നമ്മൾ ഷോർട്ട് കുർത്തീൻ്റെ വേറെ മോഡലാട്ടോ. എന്താ നല്ല ബർത്ത്ഡേ ഫ്രോക്കൊക്കെ ഉണ്ട്. നല്ല അഫോർഡബിൾ പ്രൈസാട്ടോ. ഞാനും ഇതുപോലെ 2-3 ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കിട്ടോ. എനിക്ക് ഇതൊന്നും ശരിയായിട്ടില്ല. പിന്നെ ഒരു കൊറിയൻ പലാസോ, ഒരു ഷോർട്ട് ടോപ്പ് ആട്ടോ ഞാൻ ഇവിടെ കുറേ സമയം വന്നിട്ടും ഇപ്പോൾ അനക്കെടുത്തു, ഐഷക്കെടുത്തു, ഉമ്മാക്കെടുത്തു. പിന്നെ നമ്മൾ ഷോളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഷോളിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടാണുള്ളത്. നമുക്ക് നല്ല ജ്യൂസൊക്കെ കിട്ടി, അതായത് ടാങ്കൊക്കെ കിട്ടി. ഒരു കോഴിമുട്ടായി കിട്ടി, എനിക്കും കിട്ടിയായിരുന്നു. ഞാൻ നേരത്തെ തിന്നിട്ട് ഗൈസ്, ബോറടിക്കുന്നു. മൊത്തത്തിൽ നമ്മളിന്ന് ക്ഷീണം പിടിച്ചു കേട്ടോ. എന്താ വെച്ചാൽ ഒരു 2-2.5 മണിക്കൂറായിട്ടുണ്ട് നമ്മളിങ്ങനെ ഡ്രസ്സ് നോക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എന്നെല്ലാം ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിട്ട് വന്നതാണ്. അതിനൊന്നും പറ്റിയിട്ടില്ല. എന്നിട്ട് നമ്മൾ ബാഗ് കളക്ഷൻസ് ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ട് ഈ എജു സ്റ്റോറിൽ വന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ 2-3 ബാഗൊക്കെ നോക്കി വെച്ച് പിന്നെ പിറ്റേ ദിവസം കേട്ടോ നമ്മൾ വരുന്നത്. അവിടെ എന്തെല്ലോ ഉണ്ട്. ഐഷക്കെല്ലാം കാലുവേദന എടുത്തിട്ട് അവിടെ പോയി ഇരുന്നിട്ടാട്ടുള്ളത്. അത്രക്കും നമ്മൾ ക്ഷീണം പിടിച്ചു പോയി കേട്ടോ. വാട്ടർ ബോട്ടിൽസ്, ലഞ്ച് ബോക്സസ്, പിന്നെ അങ്ങനെ പല വെറൈറ്റി ഐറ്റംസും ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ളതും പിൻട്രസ്റ്റീവ് ഐറ്റംസും എല്ലാം ഉണ്ട്. സ്റ്റീലിൻ്റെയും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ കാലാവസ്ഥ കേട്ടോ. രാവിലെയുള്ള കാലാവസ്ഥ. നമ്മളൊരു 10 മണി, 10:30, 11 മണിയൊക്കെ ആയിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ള വെച്ചാൽ നമ്മൾ ഇന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കാണ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ എന്താ പറയുക, ഞാനിനി 7th ഇവളിനി 3rd സ്റ്റാൻഡേർഡിലേക്കുമാണ്. അപ്പോൾ നമ്മൾ A to Z ഐറ്റംസ് മേടിക്കാനും വേണ്ടി നമ്മൾ പോക്കാണ് ഗൈസ്. ബാഗ് മുതലെല്ലാം വേണം കേട്ടോ നമുക്ക്. ഫ്രണ്ട്സ്, എല്ലാവരും ചെയ്യുന്ന പോലെ അത്ര വലിയ ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ കഴിയില്ല. എന്നാലും ഒരു ചെറിയ ഷോപ്പിംഗ്, അതായത് അല്ലറച്ചില്ലറ പർച്ചേസിങ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ആദ്യം തന്നെ എജു സ്മാർട്ടിൽ പോയി നോക്കിയിട്ടോ. ആഡിയോ എന്തെങ്കിലും കളക്ഷൻസ്, ബാഗൊക്കെ അതിലും നല്ല കളക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ബാഗ് അപ്പുറത്ത് തന്നെയാണ് പിന്നെയും നല്ലത്. ഇവിടെ നമ്മൾ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ നോക്കിയിട്ടോ. ബാഗ് അപ്പുറത്തെ പിന്നെയും നല്ല നല്ല കളക്ഷൻസ് ഉള്ളത് കേട്ടോ. ഇവിടെ ബാഗ് അത്ര വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല. ഇവിടെ ഇങ്ങനെ ഫാൻസി ഐറ്റംസ്, ഷോളൊക്കെ ഇവിടെ കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ നേരെ എജു സ്റ്റോറിലേക്ക് വിട്ടു. എജു സ്മാർട്ട്, എജു സ്റ്റോറൊക്കെ മാറി പോകുന്നു ഗൈസ്. പിന്നെ നമുക്ക് അത്യാവശ്യം പെന്ന്, ബാഗ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ് അങ്ങനത്തെ വേണ്ടു കേട്ടോ. പെൻസിൽ, ഇറേസർ, ഷാർപ്പനറൊക്കെ ആറ്റൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നു കേട്ടോ. ഐഷക്ക് ബോക്സ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ആറ്റ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന്. പിന്നെ ഹെയർ ബാൻഡ് അങ്ങനത്തെയൊക്കെ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ചിലതൊക്കെ അവിടെ ഞാൻ ഈ ലാമ്പൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കുണ്ട് പൊട്ടിയിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ തന്നെ അളകുന്നു കണ്ടു ഗൈസ്. ഐഷക്ക് ആണ് കേട്ടോ ആറ്റ ബോക്സ് കൊണ്ട് കൊടുത്തത്. നോക്കുമ്പോൾ എനിക്ക് ബോക്സ് വേണ്ട, എനിക്ക് പൗച്ചാണ്. ഞാൻ ഈ പൗച്ച് നോക്കുമ്പോഴത്തേക്ക് ഇടുന്ന എന്തോ പാട്ട് ഊരി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് എടുക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഞാൻ 2-3 നോക്കിയിട്ടോ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പിങ്ക് കളർ പൗച്ച് എടുത്തു കേട്ടോ. ഈ LKG UKG കുട്ടികൾക്കൊക്കെ കുറേ വാട്ടർ ബോട്ടിൽസ് ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നോക്കുന്നത്. പിന്നെ ഞാൻ അന്നത്തെ നോട്ട്സൊക്കെ എഴുതാനുള്ള, നോട്ട്സ് നല്ല കുഞ്ഞു പോയിൻറ്റ്സൊക്കെ എഴുതാനുള്ള ഒരു സ്റ്റിക്കി നോട്ട് എടുത്തു. പിന്നെ ഇതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് കവറാണ്. പക്ഷെ ഞാൻ ഇതൊന്നും എടുത്തിട്ടില്ല. നമുക്ക് സാധാ ബുക്ക് കവറാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ അതെടുത്തു കേട്ടോ. പിന്നെ നോട്ട്സൊക്കെ ഇവിടെ ഭയങ്കര ഓഫറായിരുന്നു. അതായത് നമ്മളെ കോളേജ് നോട്ട് 56 രൂപേൻ്റെ നോട്ട് 30 രൂപക്കാട്ടോ. പിന്നെ ഞാനൊരു ക്ലാസ്മേറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് മേടിച്ചു കേട്ടോ. പിന്നെ എൻ്റെ ബാഗ് അതാട്ടോ, ആ കളർ ബാഗാണ്. പിന്നെ ഇതാണ് എൻ്റെ നോട്ട് ബുക്സ്, പിന്നെ ബുക്ക് റാപ്പ് അങ്ങനത്തെയൊക്കെ മേടിച്ചു. മൊത്തത്തിൽ ഞാനിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എൻ്റെ ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയണേ. നിങ്ങൾക്ക് ബാഗും ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ ഇതാണ് ഐഷുവിൻ്റെ ബാഗ് കേട്ടോ. നല്ല പർപ്പിൾ കളർ ബാഗാണ്.
ഉമ്മ ഇത് മേടിക്കുമ്പോൾ പറഞ്ഞ് ഇത് ചളിയാവുന്നു കേട്ടോ. എന്നാൽ റോള് പറഞ്ഞ് അത് ചളിയാവുന്നൊന്നുമില്ല, അത് ഞാൻ ക്ലീൻ ആക്കിക്കോളും എന്നെല്ലാം പറഞ്ഞിട്ട് മേടിച്ചതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ദാഹിച്ചിട്ട് കുറച്ച് മാംഗോ ജ്യൂസസ് മേടിച്ചു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വയ്ക്കണം.